അപ്പോൾ കീടൂർ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പാളിയല്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്ന വഴിയാണ്. ഞാൻ കീടൂവിനോടും പറഞ്ഞിട്ടില്ല, സുലഭമ്മയോടും പറഞ്ഞിട്ടില്ല, വീട്ടിലാർക്കും അറിഞ്ഞൂടെ ഞാനിന്ന് വരുമെന്നുള്ളത്. അപ്പോൾ ചേച്ചി വെച്ചായിരുന്നു ഏട്ടനാണ് ചേച്ചി വെച്ചായിരുന്നു പറഞ്ഞാൽ തോന്നുന്നു. ചേച്ചി വെച്ചായിരുന്നു. വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ. സുലഭമ്മയ്ക്ക് പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കിടൂവിനെ അറിയത്തില്ല കേട്ടോ. ഞാൻ കിടൂവിന് എന്നൊരു സൂത്രമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ആർക്കും അറിയത്തില്ല, എല്ലാവരും ഇത് കാണിച്ചതാ. ഞങ്ങളല്ലേ വരുന്നേ, നീ വന്നു. ഇന്ന് എല്ലാവരുടെ റിയാക്ഷൻ ഒന്ന് നോക്കട്ടെ. ശരി എന്നാ. നീ വന്നിട്ട് ഉടുപ്പ് പോലും മാറാഞ്ഞ് വന്നേ. ഉമ്മ വരട്ടെ. ഇതാരോ ഉമ്മച്ചന് ഉമ്മ വരാൻ വരുവാണോ ഉമ്മച്ച? ഉമ്മ കുപ്പേ കുപ്പേ അവനറിയത്തില്ലായിരുന്നു, അവൻ ഞെട്ടിപ്പോയി. ഞാൻ പുറകെ പാത്തിരിക്കുന്നു. പിന്നെ നിനക്കങ്ങ് അറിയാലോ. അച്ചാച്ചിയെ, ഓ എന്റെ ദൈവമേ, കൊള്ളാലോ. അത് നിർത്ത ചേച്ചി സൗണ്ട്. കൊള്ളാലോ, കാണിച്ചേ നേരെ. ഓ മുന്നിലും പിന്നിലും KU ജയേഷ് കുമാർ. കുപ്പേ എനിക്ക് അവിടെ അതിനൊന്നും ഇല്ലല്ലോ. വരുമ്പോ എൻ്റെ അല്ലേ വേണേ സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ, ബെൻഡന്റെ സ്റ്റിക്കർ. അച്ഛക്കോ? അച്ഛക്കോ? മറ്റേ അങ്ങനത്തെ സൈസാ, ലൂസ് സൈസ് വാങ്ങിയതാ. നിക്കറല്ല, ടീഷർട്ടാ. പാൻറ് ഇവിടെ ഉണ്ടല്ലോ. എവിടെ പോവാ? ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. കേടു, നമ്മളെവിടെ പോവാ? മോൻ കുളിക്കുന്നുണ്ട്, അമ്മ കുളിക്കുന്നില്ല. കീടുക്കാച്ചൻ്റെ മുടി ഞങ്ങൾ രാവിലെ കൊണ്ട് വെട്ടി. അച്ഛ കുളിക്കുമെന്ന് അറിയത്തില്ല. കിടുക്കാച്ച കിടുവും ലൂക്കായും കൂടെ കുളിക്കാൻ പോവുക. ഏട്ടൻ ലൂക്കായെ കുളിപ്പിക്കുക. ആണോ ശരിയാ. ഇതാ ലൂക്ക നടക്ക നടക്ക ചിലപ്പോ കിടു നീങ്ങി നടക്കണേ. ഞാൻ പറഞ്ഞോ ബാ ബാ ലുക്ക ബാടാ. വേണ്ട വേണ്ട, വേണം. അങ്ങനെ കിടുവിനെയും ലൂക്കായും കൂടെ ആറ്റി കുളിപ്പിക്കാൻ പോവാ. രണ്ട് ദിവസം എൻ്റെ കയ്യിൽ നിറയെ സാധനം ഇങ്ങോട്ട്. എൻ്റെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുക? കിടുവിൻ്റെ തുണിയ, പേരയ്ക്ക, ഒരെണ്ണം എങ്ങാണ്ട് പോയി. കിട്ടിയോ? ലൂക്ക താഴോട്ട് പോയി കിടുവിൻ്റെ കൂടെ. അങ്ങനെ ഇതൊക്കെ ഇല്ലാന്നോ. ചൂടെല്ലായിടത്തും കിടക്കും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ ഇത് ബോഗൻവില്ല. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പൊന്നെ, ഇന്നലത്തെ യാത്രയുടെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ കൊട്ടിക്കലാശമായതുകൊണ്ട് ഞാൻ കുടുങ്ങി. ഇന്നലെ ഞാൻ അമ്മയും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ അമ്മയുടെ പദം വന്നേനെ. അയ്യോ, എനിക്ക് സങ്കടമായി പോയിരുന്നേ. എനിക്ക് കരച്ചിലൊക്കെ വരുമായിരുന്നു. എനിക്ക് വെയിറ്റ് ചെയ്ത്
ബസ്സും ഇല്ല. എങ്ങനെയൊക്കെയോ ഞാൻ പത്തനംതിട്ട വരെ എത്തി. പത്തനംതിട്ട വന്നു കഴിഞ്ഞപ്പോഴോ സ്ഥലത്തോട്ടുള്ള ബസ് എപ്പോഴാണ് എടുത്തതെന്നറിയോ? 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. നല്ല യാത്രയായിരുന്നു. ഇന്നലെ ഞാൻ ഓർത്ത് ഇതേമേ ആരെ കണ്ടിട്ടാണോ ഇറങ്ങിയെന്ന്. അവനെ ഒന്നും കൂടെ കണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമുക്ക് ലൂക്കായെ കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ മുക്കി അവനൊന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവരാം. എന്ത് കിടൂ മേ നോക്കി. ആ വെള്ളത്തെ കടിക്കുവാ, കടിച്ചാ വരുന്നേ. വേണ്ട എൻ്റെ കയ്യിൽ. നീ ഇപ്പൊ കുളിക്കണ്ട കിടു, വെയില ഇച്ചിരി നീ നിൽക്കുന്നു. കിടുവിന്റെ സോപ്പ് പൊടി അല്ല അവൻ്റെ കിടുകൂടെ വാടാ. വെയിലത്തൊന്ന് മാറിയിരിക്കുഞ്ഞേ, അല്ലെങ്കിൽ തോർത്തല്ലേ കൂടെ ഇട്. അവനും കിടന്നോട്ടെ. തോർത്ത് വെള്ളത്തിൽ ഇടല്ലേ. എനിക്ക് ചെവിയൊക്കെ മുക്കുവാ. ഇവിടെ നീക്കിടാ. ഇല്ല ലൂക്ക സോപ്പ് വെക്കാം. ബാവാനെ സോപ്പ് വെക്കാം. ബാ പോയോ? ഏട്ടൻ വെള്ളത്തിലിറങ്ങി സോപ്പ് വെക്കേണ്ടി വരും. ഇപ്പൊ കുളിക്കണ്ട ലൂക്ക കേറിട്ട് മതിടാ. അതാണ്ട് വെള്ളം മൊത്തം കലക്കി അവൻ. ഇപ്പൊ കുളിക്കണ്ട കിടോ. ലൂക്ക കയറിയിട്ട് അച്ഛൻ കുളിപ്പിക്കും. കുക്കാച്ചിയേ ബാ ബാങ്ങി വാ. കാണാത്ത പോലെ പോവാന്ന്. ഇതുപോലായിരുന്നു കഴിഞ്ഞൊരു വീഡിയോക്ക് ജാക്കി കുളിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലെടുത്തി ആടുന്നേ മരക്കഷ്ണം എടുക്കാൻ. ഏട്ടന്റെ ചെരുപ്പ് ഇട്ട് കൊടുക്ക, അവൻ എടുത്തോണ്ട് വരും. അതാ പറഞ്ഞ ചെരുപ്പിട്ട് കൊടുക്കാൻ. എന്നാ എന്റെ ചെരുപ്പിട്ട് കൊടുക്ക. ബെൽറ്റ് ആന്നു പോന്നോടാ. നോക്കിപ്പോ. ചെറുതുണ്ട് ഈ പീസ് മതിരാ. അത് മതിരാ. അതായാലും മതി. അവനങ്ങ് നീന്തി അവൻ്റെ മേലങ്ങ് തണുക്കട്ടെ, പോയിട്ട് വരട്ടെ. പോത്തൊക്കെ വെള്ളത്തിൽ വിട്ട പോലുണ്ട്. പോത്തുകുട്ടിയേ ബാ, എൻ്റെ പോത്തുകുഞ്ഞ് വന്നേ ബാ. അതെടുക്കാൻ പോവായിരിക്കും. അതിനൊക്കെ എൻ്റെ ജാക്കി ഞാൻ കൊണ്ടുവന്നേനെ അതിപ്പോൾ. എന്നിട്ട് ഒന്നുകൂടെ നിൽക്കും എറിഞ്ഞു കൊടുക്കാൻ. പറ്റിച്ചേ. കിടു വെയിലത്തൂന്ന് കേറ് കിടു.
അങ്ങനെ ലൂക്കായെ സാഹസികമായിട്ട് ലൂക്കായെ കരക്കടുപ്പിച്ചു. ഇനി സോപ്പിടാൻ പോവാ. ഓലത്തുമ്പത്തിരുന്ന് പാടിക്കേടോ, പാടിക്കടാ. ആഹാ, ലൂക്ക സ്വസ്ഥമായിട്ട് നിൽക്കുന്നു. എനിക്ക് കൂക്കാച്ചോ ഇന്ന് എന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. അവിടെ റെഡിയാക്കാനോ? അതുകൊണ്ട് ലൂക്ക ഒരു പോക്ക് പോയി. ഇനി ഏട്ടൻ പോയി പിടിക്കണമെന്തോ. ഏട്ടൻ പോയി പിടിക്കേണ്ടി വരും. അതിന് ചൂട് സഹിക്കാൻ വയ്യാതാ. എവിടാ നോക്കി അങ്ങ് പോയി. ലൂക്ക ഇങ്ങ് വാ മോനെ. ലൂക്ക നമുക്കല്ല അച്ഛ. മതി മതി ഇങ്ങ് പോരാ, അവിടെ കുഴിയാ. ഇട് ഉടുപ്പ് നിക്കർ ഊര് ഇടുവോ? ഉടുപ്പ് നിക്കർ ഊര്. ബാ നിക്കർ കിടന്നോണ്ടെന്നോ. എന്നാ ഉടുപ്പ് പോരാ. കുഴിയാ പിന്നെ നീന്തുന്നേ. അച്ഛൻ അവിടെ നിന്ന് അങ്ങനെ കുഴിയില്ലേ? നീന്ത്, കൈയെടുത്തടി. കൈയ്യടി അച്ഛൻ പോകുന്നില്ല, നീന്തിക്കോ. പറ്റോടാ അച്ഛയുടെ അച്ഛൻ എടുത്തോട്ട് അല്ലേ പഠിക്കുന്ന അച്ഛൻ നീന്ത്. കൈയെടുത്ത് ഇങ്ങനെ അടി. ഒന്ന് മുങ്ങും, അച്ഛൻ പിടിക്കും. നീന്തടാ. നീന്തിങ്ങോട്ട്. അച്ഛൻ അങ്ങോട്ട് ഇതുണ്ടോ? അച്ഛൻ ഇവിടെ ഇങ്ങനെ കൈവക്കി നിൽക്കട്ടെ. ഇവിടുത്തെ കുഴി നോക്കിയോ? മേലെ കിടന്നോ. എന്നാ അച്ഛൻ വെള്ളത്തിൽ ഇറങ്ങാം. എന്നാ അവനൊന്ന് വെള്ളത്തിൽ മുക്കി ഞാൻ സോപ്പിട്ട് തരാം. ഇതുണ്ടോണേ, ഇവിടുത്തെ കുഴി വയ്ക്കണേ. ഇവിടേക്കേ പോയി. അച്ഛൻ്റെ കൈ കണ്ട് ഇങ്ങനെ വയ്ക്കുവേ. ഇങ്ങനെ വയ്ക്കും കൈ. കുഴി നോക്കണേ. അച്ഛൻ കൈ കാണുന്ന നോക്കണം. അല്ലെന്നേ, അച്ഛൻ വെള്ളത്തിൽ മുക്കിട്ട് ഇങ്ങനെ കൈ പൊക്കി നിൽക്കും. അച്ഛൻ്റെ കൈ കാണുമെന്ന് പറയണേ. അടി പോട്ടെ. ഇത്രയും കുഴിയുണ്ടോ അവിടെ അകത്ത് നിൽക്കുന്നേ? ലൂക്ക എന്തി ഇവിടെ മുങ്ങി അച്ഛൻ മുക്കി തരും. അച്ഛയുടെ തോളത്ത് കണ്ടിക്കുന്നാ. കിടുന്റെ മേത്ത് എന്തുവാ? കിടുന്റെ മേത്ത് എന്തുവാ? മണ്ണാന്നോടാ? ആ കഴുത്തിൽ പിടിച്ചേക്കല്ലോ കേട്ടോ. എടാ നീ കാലടിക്കണ്ട. ആരാ വരുന്നേ നോക്ക്. നമ്മളിവിടെ രണ്ടര പിടിച്ച് നോക്കും. മോൻ പുറത്തിരിക്കുമ്പോ കാലിട്ട് അടിക്കല്ലേ. എനിക്ക് സോപ്പ് വെച്ചുതരാം. സോപ്പ് വെക്കാം. കുക്കാ ഇപ്പം കൊണ്ടുപോവാ. രണ്ടെണ്ണം കയറ്റി പിടിയാ. കുക്കാച്ചോ വളരെ സ്പീഡിക്ക്. കുക്കാച്ചോ കുക്കാച്ചോ ശരി വളരെ സ്പീഡിക്ക്. ഇത് തിന്നാനൊന്നുമല്ല, കവറാ. ഇവിടേക്ക്
ലൂക്കായി ഞാൻ കൈമാറി. എൻ്റെ കുഞ്ഞു റോസ നടക്ക്, കാണിച്ചേ. വാവ്, മണം കാണിച്ചേ. എന്തിൻ്റെ മണോ? കൊന്നപ്പൂവിൻ്റെ മണോ? മോൻ്റെ ഉടുപ്പിൻ്റെ അതേ നിറം. നടക്ക്, വെയിലിങ്ങനെ കൊള്ളാതെ പോ, കുളിച്ചല്ലേ ഉള്ളൂ. നടക്ക്, സ്പീഡിൽ പോ. ഇപ്പം വേണ്ട, കാരണം ലൂക്ക മുന്നിലുണ്ട്. നിന്നെ ലൂക്ക തെള്ളിയിട്ട് നിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുവാൻ. നമുക്ക് ആരെയും തൊണ്ട. വെയിലുള്ള എന്തോടാ. പൂ താഴെ ഇടല്ലേ, സുലോമയ്ക്ക് കൊടുക്കാം പൂ. ഒരെണ്ണം ശാലിനി ചേച്ചിക്കും കൊടുക്കാം. ബാ വേമ്പ. ആണോ? താങ്ക് യു. ബാ, വെയിൽ കൊള്ളണ്ട. ഇനി പറിക്കണ്ട, പൂവല്ലേ, പൂ അവിടെ നിന്നോട്ടെ, പറിക്കണ്ട. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചോ നീ? ക്യാമറ നോക്കി ചോദിക്കടാ. ആ ഒരെണ്ണവേ പറിക്കാവേ. അത് പറിച്ചോ. എല്ലാം നിൻ്റെ ഉടുപ്പിൻ്റെ കളറാ. ബാ, ഞങ്ങളും കിടുവും. ഞാൻ കുളിച്ചിട്ടില്ല, ഞങ്ങൾ രാത്രി ആറ്റി പോവാനാ. അപ്പം കിടുവുടെയും ലൂക്കയുടെയും കുളി കഴിഞ്ഞു. എന്തി അഴിക്കണ്ട വെയില അയച്ചു.